ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. അയ്യോ, അത് ലൈവാന്ന് ഞങ്ങൾക്ക് അറിയാം. ഈ വീഡിയോ ഇന്നലെ ലീക്കായി നമ്മൾ കണ്ട്. അപ്പൊ ലീക്കായി എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇവർ ഇട്ടിരിക്കുന്നത് ഇവന്റെ വീഡിയോയുടെ തമ്പനയിലെടുത്താണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത്. പക്ഷെ ഈ വീഡിയോ യാഥാർത്ഥത്തിൽ ആദ്യം ലീക്കാക്കിയത് ഇദ്ദേഹമാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. എന്തെങ്കിലും ഇതാരും കൂടെ കൊടുക്കണം, അവര് മാത്രം കൊടുക്കാം. അതിന്റെ ഭാഗം ഇവനും കൂടെ കൊടുത്തേ പറ്റും. കഷ്ടപ്പെട്ട് ഇരുന്ന് അപ്പം രേണു ഇതിനകത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ലീക്ക് ആയപ്പോഴത്തേന് ആസ്വദിച്ചത്. നിങ്ങൾ ഇതിനകത്ത് ആസ്വദിച്ചായിരുന്നു? അപ്പം ഛർദിൽ ഒരു ആസ്വാദനയാണ്. മുന്നേ തലവേദന വരെ ആസ്വദിച്ചു കൂടി ലാലേട്ടൻ പറയുന്നത് കേട്ടില്ല. ഛർദിൽ നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിച്ചതിന് ശേഷം വീഡിയോ എടുത്തില്ല. അപ്പം പുള്ളിക്കാരിക്ക് അറിയാം ഈ ഒരു ലൈവ് കൊണ്ടുവന്നത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ആ വീഡിയോ മൊത്തം ഒന്ന് കാണാം. അതായത് ഇന്നലെ ആ ഒരു 8 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ലീക്കായി. ആ വീഡിയോക്കകത്ത് ആദ്യം ഇരുന്ന് കാണിക്കുന്നു, പിന്നെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കുമ്പളങ്ങ നൈറ്റ്സ് കാണിക്കുന്നു, പിന്നെ എഴുന്നേറ്റിരിക്കുന്നു, പിന്നെ ഇങ്ങനെ ചരിഞ്ഞിരുന്ന് കാണിക്കുന്നു, പിന്നെ കിടന്ന് ചുണ്ട് പൊട്ടിയതിന്റെ ഭാഗമായി ഒരു മാന്യം മുങ്ങിയിരിക്കുന്നു. ആ മാന്യനെ കണ്ടല്ലോ. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പം വീഡിയോ നമുക്ക് ആയം തൊട്ടത് കണ്ടുവരാം. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. ലൈവ് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ലൈവ് പോകുന്നതിനും ഒരു കുഴപ്പമില്ല. ലൈവ് പോവാം നല്ല രീതിയിൽ. ഇപ്പം ഇത് അല്ല, പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവാണ് ഇങ്ങനെ പോകുന്നെങ്കിൽ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. എക്സ്ക്ലൂസീവിൽ ഒരു ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം തടയാൻ വേണ്ടിയിട്ടാണ്. എക്സ്ക്ലൂസീവിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സാമ്പത്തികം തടയത്തില്ല. എല്ലാം അറിയാവുന്ന നമ്മളൊന്നും പറഞ്ഞില്ല. അതിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു ചുണ്ടിക്കടിക്കാനോ പല്ലിക്കടിക്കാനോ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ ചേച്ചി വായിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടൺ തുറക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് അത് താഴത്തെ ബട്ടണൊക്കെ ഊരിയിട്ടിരിക്കുക. അത് വ്യക്തമായിട്ട് അതിനകത്ത് തന്നെ നടുക്കത്തേക്ക് ഊരി വിട്ടിട്ടുണ്ട്. ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. സ്ക്രീൻഷോട്ട് അല്ല ചേച്ചി, 8 മിനിറ്റ് ഉള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതാ സംഭവം? ഇതിനകത്ത് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ഒരു മണ്ണാൻ കട്ടം ചെയ്യാൻ പറ്റില്ല. ഇതുമായിട്ട് നേരെ പോലീസുകാരെ കാണിക്കുമ്പോ നാക്കിട്ട് 2 കറക്കായിരിക്കും ആദ്യമേ കാണുന്നത്. ഇതിനകത്ത് എന്താ റൈറ്റർ ഈ വീഡിയോ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇതിപ്പോ എല്ലാം ആടിനകത്ത് പറയല്ലോ, എന്തോ വെടിവെച്ചവനും ഒച്ചയാട്ടവർക്ക് അവർക്കത്. നീ ഇവിടെ ആൾക്കാർക്ക് കാണിച്ചും കൊടുത്ത് അത് ഏതോ ഒരുത്തടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതിലൊരു ഭാഗം ആദ്യം എടുത്ത് മനു പുറത്ത് വിടുകയും ചെയ്തു. മനു ആണ് അവിടെ ആസ്വദിച്ചതും ഇല്ലെന്ന് പറയുന്നത്. കണ്ട ഞാൻ എന്തായാലും ആസ്വദിച്ചിട്ടില്ല. അതിനകത്ത് ആസ്വദിക്കാൻ പാകത്തിൽ ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. പിന്നെ ഒട്ടും അത്ര അധികം ദരിദ്രമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ആസ്വദിക്കാനായിട്ട് കഴിയുമായിരിക്കും. അല്ലാതെ വേറെ ആർക്കും ഈ ഒരു സാധനം ആസ്വദിക്കാനോ എടുക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല. ഓക്കെ, കുട്ടന്മാരുടെ കാര്യം പറഞ്ഞു. കുട്ടന്മാർക്ക് ഇങ്ങനെ ഒരു സാധനം ചിലപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. ക്ലൈമറ്റ് മുമ്പിൽ തെറ്റി രേണുവിന്റെ ചുണ്ടിനകത്ത് അടിച്ച്, അത് കാരണമാണ് ചുണ്ട് പൊട്ടിയിരിക്കുന്നത്. ചുണ്ട് പൊട്ടാൻ സ്വാഭാവികമായിട്ട് ചുണ്ട് പൊട്ടാൻ ചൂടും തണുപ്പ് മാറി മാറി അടിക്കുമ്പോഴത്തേന് ചുണ്ട് പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ലൈവ് ചുണ്ട് പൊട്ടിയിരിക്കും, അതുകൊണ്ട് കടിക്കില്ലെന്ന് പറഞ്ഞ എന്തുവാ? ആ ചുണ്ടി കടിക്കല്ലേ എന്ന് സ്വന്തമായിട്ട് പറഞ്ഞതാ. ചില കണ്ടു കണ്ട ചുണ്ടി കടിക്കല്ലേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. ചുണ്ടി കടിക്കല്ലേ, ഞാൻ എന്നോട് തന്നെ സരോജ് കുമാർ എന്നാ വിളിക്കുന്നത്. അതുപോലെ ചുണ്ടി കടിക്കല്ലേ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായി? ഇങ്ങനെ കാണിച്ചോ? അങ്ങനല്ലല്ലോ കാണിച്ചേ. എന്റെ അമ്മേ, ഇത് കട്ടില് കിടന്നിട്ട് ഇങ്ങനെ കറക്കുന്നു ക്യാമറയുടെ മുന്നിട്ട്. എല്ലാ ആംഗിളും തിരിച്ച് 12 വട്ടം ചുണ്ടിന്റെ പുറത്തിട്ട് കറക്കിയത്. ആസ്വദിച്ചില്ല, പക്ഷെ എണ്ണി ആസ്വദിക്കാതെ എണ്ണാൻ പറ്റുമല്ലോ. എഴുതാനല്ലേ സാറേ അറിയാം. അപ്പൊ ഞാൻ ഇനി ലൈവ് പോകത്തില്ല, ഞാൻ ഇനി ലൈവ് പോകും. ഒരിക്കലും നിർത്തല്.
ഇത് നിർത്തല്, ഈ ഒരു പരിപാടി നിർത്തല്. ഇതിലും ഗംഭീരമായിട്ട് ലൈവ് പോകണം, ഇതിൽ കൂടുതൽ എക്സ്റ്റാബ്ലിഷ് ആവണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, ഒരുപാട് ആൾക്കാർ കാണണം, ഒരുപാട് ദരിദ്രരായിട്ടുള്ള ലൈംഗികത അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായിട്ട് വരണം. അല്ലാത്തവർക്ക് ആർക്കും ഒരു പ്രചോദനമാകത്തില്ല. അല്ലാത്തവർക്ക് നല്ലൊരു പ്രചോദനമായിട്ട് വീണ്ടും മുന്നിലേക്ക് വരണം. എന്നാലല്ലേ നമ്മളെ പോലുള്ളവർക്ക് ഇതുപോലുള്ള സാധനം എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഞാൻ പറയാം, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് രേണുവിന്റെ വീഡിയോക്ക് വലിയ റീച്ച് ഇല്ല. രേണു വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് രേണുവിന്റെ ചുണ്ടു കടിക്കൽ ലൈവ് ആയിട്ട് വന്നത്. രേണു അങ്ങനെ വീഴ്ത്തുന്നില്ല, വീണാലും വീണ്ടും ഉയർത്തെഴുന്നേക്കും ഫിനിക്സ് പക്ഷിയെ പോലെ. ഇങ്ങനെ കൊത്തി വെക്കുന്ന പോലെ കൊത്തി വെച്ച് രേണു പൊങ്ങി രേണു കയറി രേണു ഇനി ഇതിനകത്ത് പറ്റും. കാരണം ഇപ്പം എക്സ്ക്ലൂസീവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ രേണുവിനെ ഇവ പുറത്ത് കാണാൻ പറ്റുന്നില്ല, ഉൾക്കാണലും ഇല്ല, റീച്ചില്ല, ഒന്നുമില്ല, ഒരു സാധനം കിട്ടുന്നില്ല. ഈ ഇടയ്ക്ക് മറ്റേ ബിഗ് ബോസിന്റെ ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞ് കബഡി കളിക്കാൻ പോയി, അവിടെ വന്ന് കുറെ എണ്ണം വന്നിട്ട് അവിടെ രസികനകത്ത് കുട്ടിയും പോലും രേണു കുമ്മനടിക്കാൻ എന്തൊക്കെയാണോ എന്തോ കാണിച്ചു കൂട്ടിയെ. ആരെന്ന് പറഞ്ഞാലും ശാരി ഓടി വരും. ഗുണ്ട ശാരിക കണ്ണങ്കരൻ. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നല്ല സാധനമൊക്കെയാണ് പുറത്തു വിടും. പുറത്ത് വിടാൻ പറ്റുന്നതേ കാണിക്കാവൂ, അല്ലാത്തൊന്നും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് പുറത്ത് വിടാൻ പറ്റത്തില്ല, അടിച്ച് കാണിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കി ഒരു ലിമിറ്റേഷൻ വരെ നിൽക്കൂ. ആ ലിമിറ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ കൈവിട്ടു. പറയുന്നത് എന്നെ വിറ്റ് നീയൊക്കെ കഞ്ഞി കുടിച്ചോട്ടെന്നാ. അപ്പൊ കഞ്ഞി കുടിക്കാൻ പാകത്തിനുള്ള വീഡിയോ എടുക്കണം. ആക്സെപ്റ്റബിലിറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇനി കഞ്ഞി മാത്രം പോരാ, കറി കൂടെ മേടിക്കുന്ന ഭാഗത്തിലുള്ള എന്തെങ്കിലും കൂടെ ഞങ്ങൾക്ക് ഇട്ട് തരണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഒരു കാര്യം മാത്രം നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്നുണ്ട്. കൂടുതലും രേണു കണ്ടന്റ് ഇട്ട് തരുന്നുണ്ട്, ഇത് കാണാൻ ആൾക്കാരുണ്ട്. അതെ, എനിക്ക് രേണുവിൽ ഒരു ഇതുണ്ട്, ഓരോ തവണ കയറി പോവാ. നേരത്തെ കാലില് എണ്ണ വെച്ചുള്ള കുളിപ്പീരായിരുന്നു, അത് മാറി അത് എണ്ണയായിരുന്നു ഒഴിച്ചത്. എനിക്ക് ദയവായിച്ചു തന്നെ ചാറ്റെടുത്ത് ഞാൻ കാണിക്കും. അപ്പൊ ഇനിയിപ്പോ എന്തോന്ന് അറിയത്തില്ല. രേണു നാട്ടി വിടുന്ന ഞാൻ നാട്ടി വിട്ടിരിക്കുന്നു. എനിക്ക് സൗകര്യമില്ല. അപ്പം കാല് കാണിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. അത് കാലോ അയച്ചെന്ന് പറഞ്ഞത്. കാല് കാണിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ലേ? രേണു ഇങ്ങനെ അങ്ങാണ്ടിരുന്ന് മറ്റേ വാവച്ച് കടിച്ച് പോണേ, കൊട്ടം ചുക്കാതെ ഇട്ട് ഇങ്ങനെ തിളവ്. എനിക്ക് ഓർമ്മ എന്താന്ന് പറയാം, ജയം പഴയ കുതിരയോ അതേപോലെ ഇത് കുതിരയല്ല, ചെറിയൊരു മുളന്തോട് ഇങ്ങനെ ആക്കി വിടുന്നു. അപ്പൊ അതും ചിലപ്പം ചുണ്ടു പൊട്ടി അണക്ക് കാല് വയ്യാത്തോണ്ടായിരിക്കും. മറ്റേത് മുട്ട് വയ്യാതിരിക്കോ, ഇങ്ങനെ നടന്ന് കുഴഞ്ഞ് മുട്ടുവേദനയായിട്ടിരിക്കുമ്പോഴത്തേന് കൊട്ടൻ ചുക്കാതെ കിട്ടി ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. തൊലികളൊന്നും താഴെ വീണ് മുറിയാതെ സൂക്ഷിച്ചാണ്. അത് ലൈവ് വരും, അതും എക്സ്ക്ലൂസീവ് ഇടും, അതും എക്സ്ക്ലൂസീവ് ഇട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കും. സംഭവം അവർ ആസ്വദിക്കാൻ കൊടുത്തല്ലേ. അവര് തന്നെ പറയുന്നല്ലേ, നീയൊക്കെ കണ്ട് ആസ്വദിച്ച നാറി, നിന്നെയാണ് എടുത്തോളുന്നത്, നീ അത് കണ്ട് ആസ്വദിച്ച. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാല് ഷബീന ബീവിയെ കയറി ചൊറഞ്ഞപ്പോഴാണ് അതിനൊരു അന്ത്യമായത്. പല കാര്യങ്ങളും പുറത്തോട്ട് വരികയും ചാറ്റ് പുറത്തോട്ട് അങ്ങനെ അതങ്ങ് അവസാനിച്ച്. ഇനി നീ ഒരു അങ്ങനെ വന്ന വേണ്ട, ഇനി അത് വിട്ടേക്ക്, ബാക്കി എന്തെങ്കിലും വന്നോ. ഇനി അവൻ വേറെ വല്ലതും കുത്തിപ്പോയിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ എന്ന് ആലോചിച്ചോണ്ട. കുഴപ്പമില്ല. അതാ എന്തിനാ ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിയെ കാണിക്കുന്നത്. കൊള്ളാം രേണു, കൊള്ളാം. എക്സ്ക്ലൂസീവ് ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യണം. സമാധാനം എല്ലാം ബിബിയുടെ നെഞ്ചത്തോട്ട് പോയി കയറിക്കോളൂ. നല്ല മാച്ച് ഉണ്ട്. ഇവര് അൺമാരീഡാ, രേണു ആണെങ്കിൽ മാരീഡും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആരും ആസ്വദിക്കുന്നൊന്നുമില്ല. ഇതുപോലുള്ള മാന്യമായ ലൈവുകളാണെങ്കിൽ ആസ്വദിച്ച ഒരാളുണ്ടെങ്കിൽ കമന്റ് ഇടണേ. ഒരാൾ രേണെങ്കിലും വന്നൊന്ന് കമന്റ് ആസ്വദിച്ചെന്ന്. അതിനകത്ത് ആസ്വദിക്കാൻ പാകത്തിൽ ഒന്നുമില്ല, ഉള്ള കാര്യം. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആസ്വദിക്കാൻ പാകത്തിലുള്ള ഒരു സാധനം അതിനകത്ത് ഇല്ല എന്നുള്ളത്. അപ്പം ശരി, എന്നാ ഇനി നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ വരട്ടെ, നമ്മള് കാണാം. ചെയ്യ് നല്ല രീതിയിൽ കഞ്ഞി മാത്രമല്ല കറിയും മേടിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി പുറത്തോട്ട് വിടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് രേഷ്മ അല്ല എന്താ രേഷ്മ തങ്കു അല്ലെങ്കിൽ രേണു സ്തുതിക്ക് സ്തുതി.